സാർ ഇപ്പോൾ കുറച്ച് മുമ്പ് നമുക്ക് പ്ലോട്ടിൻ്റെ സ്പെഷ്യാലിറ്റീസിനെ പറ്റിയിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പ്ലോട്ട് വന്ന് കണ്ട സമയത്ത് കസ്റ്റമേഴ്സ് പറഞ്ഞിട്ടുള്ള ആ ഒരു സജഷനും എല്ലാം കൂടി വെച്ചിട്ട് സാറിന് അവർക്ക് കൊടുക്കാൻ പറ്റിയിട്ടുള്ളൊരു കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു പാക്കേജ് എന്തായിരുന്നു, അല്ലെങ്കിൽ സാർ ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്തൊരു സജഷൻ എന്തായിരുന്നു? ഇതിനകത്ത് ശരിക്കും കസ്റ്റമർ എന്ന് പറയുന്നത് നല്ലൊരു അവയർനെസ് ഉള്ള കസ്റ്റമർ ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിരുന്നു. കസ്റ്റമറുടെ ആ ഒരു പിന്നെ എക്സൈറ്റ്മെൻറ്റ് അല്ലെങ്കിൽ കസ്റ്റമറുടെ ഇൻട്രസ്റ്റ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കിയിട്ട് കസ്റ്റമറായിട്ട് കൺവേ ചെയ്യാൻ കുറച്ചുകൂടി ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. അപ്പോൾ അതിനകത്ത് തന്നെ കസ്റ്റമർക്ക് വേണ്ടി, അതായത് കസ്റ്റമർ ഓരോന്ന് ഇങ്ങോട്ട് പറയുന്നതിനേക്കാൾ ഉപരി ഞങ്ങൾ അങ്ങോട്ട് കുറേ സജഷൻസ് നമുക്ക് കൊടുക്കാൻ പറ്റി. നമുക്ക് ഓരോരോ പോർഷൻസ്, ഓരോ കോർണർ അല്ലെങ്കിൽ ഓരോ റൂംസ് അവിടെ ഇങ്ങനെയൊക്കെ നമുക്ക് ഒരുക്കാം, ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ഇൻറ്റീരിയറൊക്കെ സൈഡിൽ വരുമ്പോൾ അത് ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് അത് ശരിക്കും കസ്റ്റമർ കേട്ടിരിക്കുന്നതോടൊപ്പം തന്നെ കസ്റ്റമറും കുറേ സജഷൻസ് ഇങ്ങോട്ട് പറയുകയുണ്ടായി. അപ്പോൾ രണ്ടുപേരുടെയും ഒരു എന്ത് പറയുന്ന ഒരു കസ്റ്റമറിൻ്റെയും അതുപോലെ തന്നെ ഒരു കമ്പനിയുടെയും അല്ലെങ്കിൽ ഒരു ടീമിൻ്റെയും ഒരു കോർഡിനേഷൻ ഇതിനകത്തൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ട് തോന്നി. പിന്നെ അങ്ങനെയാണെങ്കിൽ ശരിക്കും കസ്റ്റമറും നല്ല എൻജോയ് ചെയ്ത് തന്നെയാണ് എൻ്റെ ഡിസൈനിങ് ടൈമിലൊക്കെ വർക്കെല്ലാം മനസ്സിലാക്കിയത്. എക്സിക്യൂഷൻ സമയത്ത് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും, കാരണം രണ്ട് ടീമായിട്ട് ചെയ്യുമ്പോൾ, ഒരു ടീമും ഒരു കസ്റ്റമറും ചെയ്യുമ്പോൾ സമയത്ത് അവരുടെ ചില എക്സ്പെക്റ്റേഷൻസ് ഉണ്ടല്ലോ. അപ്പോൾ ആ എക്സ്പെക്റ്റേഷൻസിൻ്റെ പരമാവധി ആ ലിമിറ്റിൽ നിന്നുകൊണ്ട് കുറേ വർക്കുകൾ ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് ശരിക്കും. അതുകൊണ്ട് ആയിരിക്കും ഇത് ഒരു നല്ലൊരു റെസിഡൻഷ്യൽ ബിൽഡിംഗ് ആയിട്ട് മാറ്റിയെടുക്കാൻ പറ്റി. കസ്റ്റമർക്കും അതൊരു വൗ ഫീലിംഗ് കൊണ്ടുവരാൻ പറ്റി എന്നുള്ളതാണ് ശരിക്കും മനസ്സിലാക്കാൻ പറ്റിയത്. നമ്മുടെ ക്ലയൻസ് സാറിന് ഫസ്റ്റായിട്ട് കാണാൻ വന്ന ടൈമിൽ അവരുടെ ഐഡിയാസൊക്കെ സാറിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ സാറിന് അതിൽ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അല്ലെങ്കിൽ കുറച്ച് ചലഞ്ചിങ് ആയിട്ട് ഫീൽ ചെയ്തത് എന്തൊക്കെയായിരുന്നു? കസ്റ്റമർ ശരിക്കും ഡിആർടെക്കിലേക്ക് വരുന്ന സമയത്ത് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്തു, കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചു, കുറച്ച് കാര്യങ്ങൾ മാത്രം ഡൗട്ടുകളൊക്കെ കളക്ട് ചെയ്തിട്ട് സൈറ്റ് വന്ന് കണ്ടപ്പോൾ തന്നെ സൈറ്റിലെ കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലായി. അതിനുശേഷം വീണ്ടും അടുത്തൊരു മീറ്റിംഗ് അറേഞ്ച് ചെയ്തപ്പോൾ കസ്റ്റമറെക്കുറിച്ച് ശരിക്കും നല്ലൊരു അവയർനെസ് കിട്ടി. കസ്റ്റമർ അത്യാവശ്യം ബെറ്റർ ക്ലയൻസാണ്, അതുപോലെ തന്നെ ഒരു വളരെ ബെറ്റർ ആയിട്ടുള്ളൊരു വീടാണ് അല്ലെങ്കിൽ റെസിഡൻഷ്യൽ ബിൽഡിംഗ് ആണ് അവർ പ്ലാൻ ചെയ്തിരിക്കുന്ന ഉള്ളൊരു ഐഡിയാസ് മനസ്സിലായി. അതിനനുസരിച്ച് തന്നെ നമ്മളൊരു ആർക്കിടെക്റ്റ്, ഞാൻ വളരെയധികം സ്നേഹത്തോടു കൂടി കാണുന്നത് ആർക്കിടെക്റ്റാണ് സാജിദ്. ആർക്കിടെക്റ്റ് അതിനനുസരിച്ചൊരു നല്ലൊരു പ്ലാൻ തയ്യാറാക്കി, അതോടൊപ്പം പിന്നെ നല്ലൊരു ഫ്രണ്ട് വ്യൂവും എലിവേഷനൊക്കെ തയ്യാറാക്കി. അപ്പോൾ അത് കസ്റ്റമർക്ക് ശരിക്കും അത് ഇഷ്ടപ്പെട്ടു. സാധാരണഗതിയിൽ ഒരു കസ്റ്റമർ വരുമ്പോൾ നമ്മൾ ഫസ്റ്റിൽ കൊടുക്കുന്ന ആ ഒരു ഇംപ്രഷൻ മിക്കവാറും ഇഷ്ടപ്പെടാറില്ല. പിന്നെ നമുക്ക് ഒന്നിലധികം പ്രാവശ്യം വീണ്ടും റിവ്യൂസ് കൊടുക്കുമ്പോൾ ആയിരിക്കും അതിലേക്ക് കൂടുതൽ ഇൻറ്റിമേറ്റ് ആയിട്ട് വരുന്നത്. പക്ഷേ ഇത് ആ ഫസ്റ്റിൽ കൊടുത്ത ആ പ്ലാൻ അധികം ചേഞ്ച് ചെയ്യാനൊന്നും വേണ്ടി വന്നിട്ടില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ തന്നെ ഒരു കസ്റ്റമർ അല്ലെങ്കിൽ ഒരു കമ്പനി കസ്റ്റമർ റിലേഷൻഷിപ്പ് വളരെ ബെറ്ററായിട്ട് കൊണ്ടുവരാൻ പറ്റി. അതിനുശേഷമാണ് പിന്നെ ബാക്കി വർക്കുകളിലേക്കൊക്കെ എക്സിക്യൂഷനിലേക്കൊക്കെ വന്നത്.